നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. ഇന്ന് വാടക ഗർഭപാത്ര നിയമം അഥവാ സറോഗസി ആക്ട് എന്നുള്ള ഒരല്പം പുതുമയുള്ള വിഷയമാണ് പറയുന്നത്. സറോഗസി റെഗുലേഷൻ ആക്ട് 2021 നിലവിൽ വന്നു എങ്കിലും നയൻതാരയും വിഘ്നേഷ് എന്നിവരുടെ ദാമ്പത്യത്തിൽ ജനിച്ച ഇരട്ട കുട്ടികളായ സറോഗസി കുട്ടികളാണ് ഈ നിയമത്തെ കൂടുതൽ വിവാദത്തിലേക്കും ചർച്ചയിലേക്കും നയിച്ചത്. വിവാഹിതരായി എന്ന വാർത്തയ്ക്ക് അടുത്ത് തന്നെ ഇരട്ട കുട്ടികളുടെ മാതാപിതാക്കളായി സറോഗസി അഥവാ വാടക ഗർഭപാത്രം വഴി എന്ന് പ്രഖ്യാപിച്ചതോടെ സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ ഇന്ത്യൻ നിയമങ്ങളുടെ ലംഘനം നടന്നു എന്ന് ആരോപിക്കുകയായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ മുമ്പാകെ ഈ നിയമത്തിൻ്റെ ലംഘനമൊന്നും നടന്നിട്ടില്ല, അതായത് 2016 തന്നെ ഇവർ തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നെന്നും നയൻതാരയുടെ അടുത്തൊരു ബന്ധുവാണ് സറോഗസി മാതാവ് എന്നും കണ്ടെത്തിയതോടെ ആ വിവാദം കെട്ടടങ്ങുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇന്ത്യയിലൊരു സറോഗസി റെഗുലേഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് വാടകയ്ക്ക് ഗർഭപാത്രം നൽകുന്ന ഒരു രീതിയാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സറോഗസി എന്ന പദം അത്ര പരിചിതമല്ലെങ്കിലും വാടക ഗർഭപാത്രം എന്ന് നാം കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ മറ്റൊരു ദമ്പതികളുടെ കുട്ടിയെ പ്രസവിക്കാനും ആ കുട്ടിയെ പ്രസവശേഷം കൈമാറുവാനും സമ്മതിക്കുന്ന രീതിയാണ് ഈ സറോഗസി, വാടക ഗർഭപാത്രം. പ്രസവശേഷം കുട്ടിയെ കൈമാറണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വാണിജ്യപരമായിട്ട്, അതായത് വാടക നൽകിക്കൊണ്ട് കച്ചവട താല്പര്യത്തോടെ ഈ തരത്തിലുള്ള ഗർഭപാത്രം നൽകുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിന് പണമൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം. ഇതിന് ആവശ്യമായ മെഡിക്കൽ ചിലവുകളോ ഇൻഷുറൻസ് കവറേജോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ വാടകയ്ക്ക് ഏറ്റെടുക്കുന്ന മാതാവിന് സ്വീകരിക്കാം. എന്നാൽ പണം സ്വീകരിക്കാൻ ഇന്ത്യയിൽ വ്യവസ്ഥയില്ല, അത് നിരോധിച്ചിരിക്കുന്നു. ഒരു അമ്മയുടെ, അതായത് വാടകയ്ക്ക് ആർക്കാണോ കുട്ടിയെ വേണ്ടത്, ഗർഭപാത്രം വേണ്ടത്, അവരുടെ ഒരു ബന്ധുവായ സ്ത്രീയെ വേണം എന്നുള്ള രീതിയിൽ നിയമത്തിൽ പറയുന്നുമുണ്ട്. ഇൻറ്റൻഡിങ് കപ്പിൾ അഥവാ ഉദ്ദേശിത ദമ്പതികൾ ആരാവണമെന്നും ഈ നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കുട്ടികൾ ജനിക്കാത്ത ഇന്ത്യൻ വിവാഹിതരായ ദമ്പതികൾക്ക് മാത്രമേ ഇപ്രകാരം സറോഗസി, അതായത് വാടകയ്ക്കുള്ള ഗർഭപാത്രം സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അവർക്ക് കുട്ടികളുണ്ടാവാൻ പാടില്ല, അവർക്ക് കുട്ടികളില്ല എന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും ലഭിക്കുകയും വേണം. ഇൻഫെർട്ടിലിറ്റി ആണ്, അതായത് വന്ധ്യതയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. അങ്ങനെ വന്ധ്യത ഇല്ല എങ്കിൽ കുട്ടികൾക്ക് മെൻ്റൽ ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസേബിലിറ്റി അമിതമായിട്ട് നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ളത് ഉണ്ടാവണം. അവരെ ഈ കുട്ടികളുടെ ഗണത്തിൽ, അതായത് കുട്ടിയില്ലാതിരിക്കണം ഇത്തരം സാഹചര്യം എന്നുള്ള ഗണത്തിൽ നിന്ന് എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മന്ദബുദ്ധിയോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഫിസിക്കൽ വൈകല്യങ്ങളോ ഉള്ള ആണെങ്കിൽ അവരുടെ ആ കുട്ടിയെ ഈ കുട്ടിയായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് എസെൻഷ്യാലിറ്റിയും സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റിയും DMO, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ നൽകണമെന്നുള്ളതാണ്. അത് ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് നൽകാറുള്ളത്. ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. നേരത്തെ വിദേശ പൗരന്മാർ ഇവിടെ വന്നിട്ട് ഈ വാടകയ്ക്ക് ഗർഭം ധരിച്ച് കുട്ടികളുമായി പോകുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്ത്യ വാടക ഗർഭപാത്രങ്ങളുടെ ഹബ്ബായി മാറിക്കൊണ്ടിരുന്ന ഒരവസരത്തിലാണ് ഇത്തരം ഒരു നിയമത്തെപ്പറ്റി കേന്ദ്ര സർക്കാർ ആലോചിച്ചതെന്ന് വേണം കരുതാൻ. ഇന്ത്യൻ പൗരന്മാരായിരിക്കണമെന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിരിക്കണം. അതുകൊണ്ടാണ് മുമ്പേ നയൻതാരയുടെയും വിഘ്നേഷിൻ്റെയും കാര്യത്തിൽ ഒരു വിവാദം ഉണ്ടായത്. സ്ത്രീക്ക് 23 മുതൽ 50 വയസ്സ് വരെ ആയിരിക്കണം പ്രായം
26 മുതൽ 55 വരെ പുരുഷനും പ്രായമുണ്ടാകാവൂ എന്ന് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന കുട്ടി ഉണ്ടാവരുതെന്ന് പറഞ്ഞല്ലോ. ദത്തെടുത്തതോ മറ്റൊരു സർവഗസി കുട്ടിയോ ഇവർക്കുണ്ടാവാൻ പാടില്ല. ഏറ്റവും രസകരം, ഇതുപോലെ കുട്ടികളുണ്ടായിട്ടുള്ള പ്രമുഖരുടെ നിര പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടും. ഷാരൂഖ് ഖാൻ, കരൺ ജോഹ്വാർ, ശില്പ ഷെട്ടി, പ്രിയങ്ക ചോപ്ര എന്നിവരൊക്കെ സർവഗസി കുട്ടികളെ വളർത്തുന്നവരാണ് എന്നുള്ളതാണ് വാർത്ത. സർവഗസിയിലൂടെ മാതാപിതാക്കളാകുന്ന ആ സാഹചര്യം ഇന്ത്യയിൽ കൂടുതലാണെന്ന് അർത്ഥം. ഇത്തരം പറഞ്ഞല്ലോ, മെൻ്റലി ഓർ ഫിസിക്കലി ചലഞ്ചഡ് ആണെങ്കിൽ കുട്ടികളുണ്ടെങ്കിലും അവർക്ക് സർവഗസി ദാമ്പത്യം അനുവദനീയമാണ്. അമ്മ ദമ്പതികളുടെ ക്ലോസ് റിലേറ്റീവ് ആയിരിക്കണം, അതായത് സർവഗസി മാതാവ് ക്ലോസ് റിലേറ്റീവ് ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥ വരുന്നുണ്ട്. ആ അമ്മ വാടക ഗർഭപാത്രം കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന അമ്മ സർവഗസി മാതാവ് എന്ന് പറയാം. വിവാഹിതയായിരിക്കണം, സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടാവണം. അങ്ങനെയൊക്കെ കർശനമായ ചില നിബന്ധനകൾ ഇതിലുണ്ട്. 25 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമായിരിക്കണം. ഒരൊറ്റ തവണയേ സർവഗസി മാതാവ് ആകാൻ പാടുള്ളൂ എന്നുമുണ്ട്. അതായത് സ്ഥിരമായിട്ട് സർവഗസി മാതാവായിട്ട് കച്ചവട താല്പര്യത്തോടെ വരാതിരിക്കുന്നതിനാണ് ഒരൊറ്റ തവണയെ ഒരു സ്ത്രീക്ക്, അതായത് 25-നും 35-നും ഇടയിലുള്ള ഒറ്റ തവണയെ സ്ത്രീക്ക് സർവഗസി മാതാവാകാൻ ഈ സർവഗസി റെഗുലേഷൻ ആക്ട് പ്രകാരം അനുവാദമുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സർവഗസി ബോർഡുകൾ രൂപീകരിക്കണം. അതായത് നാഷണൽ സർവഗസി ബോർഡ് ഉണ്ടാവണം, സ്റ്റേറ്റ് സർവഗസി ബോർഡ് ഉണ്ടാവണം. ഇവരാണ് സർവഗസി ക്ലിനിക്കുകളുടെ, അതായത് വാടക ഗർഭധാരണത്തിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്ന ക്ലിനിക്കുകളുടെ പ്രവർത്തന ചട്ടങ്ങൾ, അതായത് കോഡ് ഓഫ് കണ്ടക്ട്, അവരുടെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുക. ഗർഭപാത്ര കച്ചവടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കുവാൻ വളരെ കർശനമായിട്ട് ഇവരുടെ നിരീക്ഷണം നടപ്പാക്കണം എന്നുള്ളതാണ് നിയമം. വാണിജ്യപരമായിട്ട് ഗർഭപാത്രം നൽകുന്നതോ അണ്ഡങ്ങൾ അഥവാ ബീജങ്ങൾ വിൽക്കുന്നതോ ഭ്രൂണമോ മറ്റോ വിൽക്കുന്നതോ അങ്ങനെ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നതോ ഒക്കെ കുറ്റകരമാക്കിയിട്ടുമുണ്ട് ഈ നിയമത്തിൽ. അതിൻ്റെ ശിക്ഷ, ഈ നിയമങ്ങൾ ലംഘിച്ചാലുള്ള ശിക്ഷ 10 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇന്ത്യ വളരെയേറെ കാലം വിദേശികളുടെ സർവഗസി ഹബ്ബ് പോലെ പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയിൽ ധാരാളം അമ്മമാർ ഇത്തരം ജോലികൾ ചെയ്ത് പണം വാങ്ങി സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. വിദേശ പൗരന്മാർ ഇവിടെ വന്ന കുട്ടികളെ കൊണ്ടുപോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. നിയമം വന്നതോടെ ഇവയെല്ലാം നിയന്ത്രിക്കപ്പെട്ടു. കൂടുതൽ നിയമങ്ങളുടെ ആവശ്യം വിവിധ രീതിയിലുണ്ട്. ഒന്ന്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സർവഗസി മാതാവാകാൻ സംബന്ധിച്ച അമ്മ ഇരട്ടക്കുട്ടിയെ പ്രസവിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിയെ മതി യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവർക്ക്. മറ്റേ കുട്ടിയെ എന്ത് ചെയ്യും? മറ്റേ കുട്ടിയെ തിരികെ അമ്മയെ ഏൽപ്പിച്ചാൽ അവർ ദുരിതത്തിലാവില്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിയന്ത്രിക്കുവാനാണ് ഈ സർവഗസി റെഗുലേഷൻ ആക്ട് ഉണ്ടായിട്ടുള്ളത്. ഇവ കൂടാതെ അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ആക്ട് എന്നൊരു നിയമം കൂടി 2021 വന്നിട്ടുണ്ട്. അത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള അസിസ്റ്റൻസ് എങ്ങനെ കൊടുക്കാം, അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ കാണിക്കുന്ന വിവരമാണ്. എന്തായാലും ഇന്ത്യയിൽ വാടകയ്ക്കുള്ള ഗർഭധാരണ നിയമങ്ങൾ കൂടുതൽ കർക്കശമായി ചുരുങ്ങിയ രീതിയിൽ നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ സർവഗസി റെഗുലേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.